അറിയാലോ മക്കളെ. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഇപ്പോഴേ നമ്മുടെ 10ാം ക്ലാസ്സിൽ ഇങ്ങനെ എത്തി അല്ലേ. അപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പം എല്ലാവരും പറഞ്ഞ കുറേ കാര്യങ്ങളും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ ചാപ്റ്റേഴ്സൊക്കെ ഭയങ്കര വലുതാണോ, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, എപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് ഫസ്റ്റ് ടേമിലുള്ളത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എൻ്റെ മക്കളുടെ കുറച്ച് പേരുടെയെങ്കിലും തലയിൽ കൂടെ ഇങ്ങനെ ഓടിക്കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ ബയോളജിയിൽ 10ാം ക്ലാസ്സിൻ്റെ ബയോളജിയിൽ SSLC ബയോളജിയിൽ ഈ ഒരു വർഷം നമ്മൾ 2023-2024 വർഷത്തിൽ എൻ്റെ കുട്ടികൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ബയോളജിയുടെ കാര്യത്തിൽ മിസ്സിന് ഉറപ്പുണ്ട് എൻ്റെ മക്കളെ ഞാനിങ്ങനെ പുഷ്പം പോലെ പഠിപ്പിച്ചെടുക്കും എന്നുള്ളത്. എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് സൂപ്പർ ഈസി ആക്കി തരും ഓരോ കോൺസെപ്റ്റ്, അത് മിസ്സിൻ്റെ ഉറപ്പാണ്. അതേപോലെ തന്നെ ഫിസിക്സിൻ്റെ കാര്യത്തിൽ അലക്സ് സാറിനും, മാത്സിൻ്റെ കാര്യത്തിൽ അലിൻ സാറിനും, കെമിസ്ട്രിയുടെ കാര്യത്തിൽ മിഥില മിസ്സിനും, നമ്മൾ ഓരോ ഫാക്കൽറ്റീസിനും, റോസിൻ മിസ്സിനും എല്ലാവർക്കും ആ ഒരു ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മൾ എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാം. യൂട്യൂബിൽ പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം. അതല്ല നമുക്ക് റെഗുലറായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഫുൾ അടിപൊളി സൂപ്പർ സെറ്റാക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിലേക്ക് നമ്മളുടെ എന്തൊക്കെയാണ് എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ 2 പാർട്ടായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, പാർട്ട് 1, പാർട്ട് 2. ഓക്കെ, അതിന് വളരെ കറക്റ്റ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പാർട്ട് 1ൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് ഉണ്ട്, ആൻഡ് പാർട്ട് 2ൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ്. ടോട്ടൽ സിമ്പിൾ 8 ചാപ്റ്റേഴ്സേ ഉള്ളൂ എൻ്റെ മക്കൾക്ക് പഠിക്കാൻ. അപ്പോൾ 9ാം ക്ലാസ്സിൽ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി 10ാം ക്ലാസ്സിൽ അതിലും ഈസി ആയിട്ട് പഠിച്ച് നമ്മൾ ഫുൾ A+ ഒക്കെ വാങ്ങിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ്, ആ ഓരോ ചാപ്റ്റേഴ്സിൽ എന്തെല്ലാമാണ് മിസ് ഉള്ളത് മിസ് പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ മിസ് അത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ മക്കൾക്ക് ക്ലിയർ ആക്കി തരാം. അപ്പോൾ ഒന്നാമത്തെ നമ്മളുടെ ചാപ്റ്ററാണ് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്, അല്ലെങ്കിൽ അറിയാനും പ്രതികരിക്കാനും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിലുള്ള ചാപ്റ്റേഴ്സ് കുറച്ച് അധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സാണ് നമ്മളുടെ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ഒക്കെ ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, തുടക്കം മുതലേ തന്നെ പഠിച്ചിരിക്കേണ്ടത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഈ ചാപ്റ്റർ ആയിട്ടുള്ള സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്, അല്ലെങ്കിൽ അറിയാനും പ്രതികരിക്കാനും എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നല്ലൊരു ചാപ്റ്ററാണ്. കാരണം നമ്മൾ എങ്ങനെയാണ്, ഇപ്പോൾ എൻ്റെ മക്കൾ മിസ്സിനെ കാണുന്നുണ്ട്, മിസ്സിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, മിസ് ഇങ്ങനെ എഴുതാൻ വിചാരിക്കുമ്പോൾ ഇവിടെ എഴുതാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓരോ കാര്യങ്ങൾ, നമ്മളുടെ ചുറ്റിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ടേസ്റ്റ് ആയിക്കോട്ടെ, സ്മെല്ലായിക്കോട്ടെ, നമ്മളുടെ മണം ആയിക്കോട്ടെ, ഗന്ധം ആയിക്കോട്ടെ, മണവും ഗന്ധം ഒന്നല്ലേ, രുചി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്. അതിന് അത് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ലൊരു അടിപൊളി നല്ല ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ, അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഈ ബിരിയാണിയുടെ എന്ത് നല്ല മണമാണ്. ഇതെൻ്റെ മക്കൾക്ക് ഇങ്ങനൊരു പ്രതികരണം തരാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്ന കുറച്ച് നെർവ്സ്, നമ്മളുടെ ന്യൂറോൺസ്, നമ്മളുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ന്യൂറോൺസ് അല്ലെങ്കിൽ നാഡീകോശത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ആൻഡ് ഇവരെല്ലാവരെയും കൂടി ഇങ്ങനെ കൺട്രോളിൽ നിർത്തുന്ന നമ്മളുടെ മസ്തിഷ്കം, നമ്മളുടെ ബ്രെയിനിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ നമ്മളുടെ ചുറ്റുപാടിൽ നമ്മൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലേ. പെട്ടെന്ന് നമ്മളുടെ മുന്നിലേക്ക് ഒരു നായ ഇങ്ങനെ കുറച്ചുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത്, അതൊക്കെ എന്തുകൊണ്ടാണ്. നമ്മൾ പല അസുഖങ്ങളും കേൾക്കാറുണ്ട്, അൽഷൈമേഴ്സ് ഡിസീസ്, പാർക്കിൻസൺസ് ഡിസീസ്, എപ്പിലെപ്സി, അപസ്മാരം. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും. ഇങ്ങനത്തെ കുറച്ച് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ളത്. സൂപ്പർ എന്താ പറയുക, അടിപൊളിയായിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. ഇനി നമ്മളുടെ 2ാമത്തെ ചാപ്റ്ററാണ് വിൻഡോസ് ഓഫ് നോളജ്, അല്ലെങ്കിൽ അറിവിൻ്റെ വാതായനങ്ങൾ. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ 5 സെൻസ് ഓർഗൻസ് അല്ലേ, നമ്മൾ 5 സെൻസ് ഓർഗൻസ്, നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന നമ്മളുടെ 5 സെൻസ് ഓർഗൻസ് ആണ് നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മളുടെ കണ്ണ്, നമ്മളുടെ മൂക്ക്, നമ്മളുടെ ചെവി അല്ലേ, നമ്മളുടെ നാക്ക്, നമ്മളുടെ സ്കിന്ന്, നമ്മളുടെ ത്വക്ക്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മളുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ റിസീവ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ഇപ്പോൾ നമ്മളെ കണ്ണിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ എന്തായിരിക്കും, കണ്ണിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്, അല്ലെങ്കിൽ ചെവിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയാണുള്ളത്, എങ്ങനെയാണ് നമുക്ക് വിഷൻ അല്ലെങ്കിൽ കാഴ്ച എന്ന് പറയുന്ന ഒരു അനുഭവം കിട്ടുന്നത്, കേൾവി എങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലേ, നമ്മളെങ്ങനെ ഒരാളെ തൊടുമ്പോൾ അറിയുന്നത്,
ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളൊരാളെ കാണുന്ന സമയത്ത് ഇപ്പം എൻ്റെ കണ്ണിലൂടെ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് എൻ്റെ മക്കൾക്ക് പറയാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും കണ്ണിൽ ടോർച്ചടിച്ച് നോക്കിയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളുടെ കണ്ണിൻ്റെ ഈ കൃഷ്ണമണി അല്ലെ പ്യൂപ്പിൾ വലുതാവുകയും ചെറുതാവുകയും ചെയ്യും. അതെന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾക്കൊക്കെ വളരെ രസകരമായിട്ട് നമുക്ക് ആൻസർ തരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മളുടെ ഈ ഒരു വിൻഡോസ് ഓഫ് നോളജ് അല്ലെ അറിവിൻ്റെ വാതായനം. ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ ചാപ്റ്റർ, കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ സമസ്ഥിതിക്കായിട്ടുള്ള രാസ സന്ദേശങ്ങൾ. നമ്മൾ സാധാരണ മെസ്സേജ് അയക്കാറുണ്ട് അല്ലേ? വാട്സാപ്പിൽ, ഇൻസ്റ്റഗ്രാമിൽ, ഫേസ്ബുക്കിൽ, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മെസ്സേജ് അയക്കാറുണ്ട്. മെസ്സേജ് എന്താണ്? വേറൊരാൾക്ക് കൊടുക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇവിടെയാണുള്ളത്, നിങ്ങൾ എവിടെയാണുള്ളത്, നിങ്ങൾക്ക് സുഖമാണ്, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ, അവർക്ക് ആർക്കെങ്കിലും വയ്യെങ്കിൽ നമ്മൾ അവരുടെ അടുത്തേക്ക് പോകും അല്ലേ? അപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ മെസ്സേജസ് അയക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്നേഹം കാണിക്കാൻ അയക്കും അല്ലേ? നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ ആരോടെങ്കിലും നമ്മൾ ഇമോജീസ് ഒക്കെ ഇട്ട് എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ ബോഡീൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ നേരെ നിൽക്കാൻ കാരണമായിട്ടുള്ള ഒരുപാട് കെമിക്കൽ മെസ്സേജസ് ഉണ്ട്. അതാരൊക്കെയാണ്? നമ്മളുടെ ഹോർമോൺസ് ആണ്. ആ ഹോർമോൺസ് ഏതൊക്കെയാണ്? ഇപ്പം നമുക്ക് സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കര കണ്ണിൽ ഇങ്ങനെ ഹാർട്ട് ഇമോജീസ് അല്ലേ, നമ്മളിങ്ങനെ സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ഇമോജീസ് ഒക്കെ അയക്കും അല്ലേ? നമുക്ക് സ്നേഹം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ അയക്കുക? നമ്മളിങ്ങനെ സ്നേഹം കൂടി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനത്തെ ഇമോജീസ് ഒക്കെ അയക്കും അല്ലേ? അപ്പോൾ അതേപോലെ ഇപ്പോൾ സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ ആകെ മാറും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഇമോജീസ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. നമ്മളുടെ ബോഡിയിലും അതേപോലെ തന്നെ നമുക്ക് സന്തോഷം വരുമ്പോൾ ചില കെമിക്കൽസ് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് സ്നേഹം കൂടുമ്പം ഓക്സിറ്റോസിൻ എന്നൊക്കെ പറയുമ്പോഴുള്ള ഹോർമോൺസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് നമുക്ക് സ്ട്രെസ്സ് വരുമ്പം പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മളുടെ ശരീരം പലതരത്തിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അതൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത് ഈ കെമിക്കൽ മെസ്സേജസിലൂടെ, ഹോർമോണുകളിലൂടെയാണ്. അപ്പോൾ ഈ ഹോർമോണുകൾ ഏതൊക്കെയാണ് ആൻഡ് അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് പറയുന്നൊരു ചാപ്റ്ററാണ്. ഇത്രയും കേട്ടപ്പോൾ തന്നെ എൻ്റെ മക്കൾക്ക് വേഗം ഒന്ന് SSLC തുടങ്ങിയാൽ മതിയായിരുന്നു, പഠിക്കാൻ തുടങ്ങുമെന്ന് തോന്നില്ലേ? അതേപോലെ രസകരമായിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ഇനി കീപ്പിംഗ് ഡിസീസസ് അവേ അല്ലെങ്കിൽ അകറ്റി നിർത്താം രോഗങ്ങളെ. ഇത് നമ്മൾക്ക് ഈ ചാപ്റ്ററിലേക്ക് വേണ്ടി മാത്രമല്ല, നമ്മളുടെ ലൈഫ് ലോങ് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പം നമ്മളുടെ വീട്ടിലായിക്കോട്ടെ, നമ്മളുടെ പ്രിയപ്പെട്ടവരായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും അസുഖങ്ങളോ അവരുടെ ലക്ഷണങ്ങളോ ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ വേഗം എന്തായാലും ഡോക്ടറെ അടുത്ത് പോകണം. പക്ഷെ ചെറിയതായിട്ടുള്ള ചില സിംറ്റംസ് കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും, ഇത് ഈ അസുഖമാണ്, ഇത് ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞത് ഈ ചാപ്റ്ററിൽ അതാ പറയണേ. ഇപ്പം നമുക്ക് എലിപ്പനി വരാൻ കാരണം എന്താണ്? എലിപ്പനി എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? നമുക്ക് പല അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാം. അപ്പം നമ്മളുടെ സൊസൈറ്റിയിലാണെങ്കിൽ പലതരത്തിലുള്ള തെറ്റായ ധാരണകളല്ലേ. ഇപ്പം എയ്ഡ്സിനെ കുറിച്ചാണെങ്കിൽ എയ്ഡ്സ് വന്നുള്ള ഒരാളെ നമ്മൾ തൊടാൻ പാടില്ല, അയാളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അയാളുടെ കൂടെ റൂം ഷെയർ ചെയ്യാൻ പാടില്ല, പല തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ചില കാര്യങ്ങളിലൂടെ മാത്രമേ എയ്ഡ്സ് പകരുള്ളൂ. അത് ഏതൊക്കെയാണ്? എയ്ഡ്സ് എങ്ങനെയൊക്കെ പകരില്ല, ക്യാൻസർ കാരണം എന്താണ്, ഹീമോഫീലി എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ പലതരത്തിലുള്ള ബാക്ടീരിയ കാരണം നമുക്ക് വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്, ഇങ്ങനത്തെ നമ്മളുടെ ചുറ്റിലും നമുക്ക് വരാൻ സാധ്യതയുള്ളതും എന്നാൽ മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു 5-6 അസുഖങ്ങൾ, അവരുടെ ലക്ഷണങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, അത്രയേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെടികൾ, കൃഷിയൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണ്, മൃഗങ്ങളെ വളർത്താൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മൃഗങ്ങൾക്ക് വരുന്ന കുറച്ച് അസുഖങ്ങൾ, സസ്യങ്ങൾക്ക് വരുന്ന, പ്ലാന്റ്സിന് വരുന്ന അസുഖങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, ഇത്രയേ ഉള്ളൂ. ഓക്കെ. അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിയാണ്. ഫസ്റ്റ് പാർട്ടിൽ ഈ ഒരു 4 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. ഇനി നെക്സ്റ്റ് സെറ്റ് ഓഫ് നമ്മളുടെ 5ാമത്തെ ചാപ്റ്ററാണ് സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ. നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ബോഡി നമുക്ക് ഭയങ്കര നമ്മളുടെ ബോഡിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. നമ്മളുടെ ബോഡിയിൽ സോൾജിയേഴ്സാണ്, നമ്മളുടെ ശരീരത്തിലെ പ്രതിരോധം ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ എന്താ ബസ് ഈ പ്രതിരോധം എന്ന് പറഞ്ഞാൽ? കൺഫ്യൂഷൻ ആയല്ലോ. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ബസ് പഠിപ്പിച്ചു തരും. ഓക്കെ. നമ്മളുടെ ശരീരത്തിൽ അണുക്കൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിനുള്ളിൽ കുറച്ച് രക്തത്തിലുള്ള കോശങ്ങൾ, ബ്ലഡ് സെൽസ് പലതരത്തിലുള്ള പരിപാടികൾ ചെയ്യും. അപ്പോൾ അത് നോക്കിക്കാണാൻ നല്ല രസമാണ്. ഒരാൾ വരുമ്പോഴത്തേക്കും മറ്റാൾ വരുന്നു, കെമിക്കൽ ഉണ്ടാക്കുന്നു, അതിനെ പിടിച്ച് വിഴുങ്ങുന്നു, അതിനെ നശിപ്പിക്കുന്നു,
പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സെൽസിൽ നടക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആൻഡ് നമ്മളിപ്പോൾ എല്ലാവരും കോവാക്സിനും കോവിഷീൽഡും ഒക്കെ ആയിട്ട് വാക്സിൻ എടുത്തു. അപ്പോൾ എന്തുകൊണ്ടാണ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊറോണയ്ക്കെതിരായിട്ട് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്? ആൻഡ് കുറേ പേർക്കുള്ള എൻ്റെ മക്കൾക്ക് ഡൗട്ട് ഉണ്ടാകും, ബസ് വാക്സിൻ എടുത്തതിന് ശേഷവും പലർക്കും കൊറോണ വന്നല്ലോ, അതിന് കാരണം എന്താണ്? അതെല്ലാം ഈ ഒരു ചാപ്റ്ററിൽ എൻ്റെ മക്കൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ മരുന്നുകളല്ലേ, നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പനി വന്നാൽ അപ്പം ആൻറ്റിബയോട്ടിക്, വേറെ എന്തെങ്കിലും വന്നാൽ ആൻറ്റിബയോട്ടിക്, വയറുവേദന വന്നാൽ ആൻറ്റിബയോട്ടിക്, പെയിൻ കില്ലേഴ്സ് നമ്മളിങ്ങനെ കഴിക്കും. അങ്ങനെ കഴിക്കാൻ പാടുണ്ടോ? ഇങ്ങനെ കഴിക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കാൻ പാടില്ല. അതിന് കാരണം എന്താണ്? ഈ ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, ഇനി നമ്മളുടെ 6ാമത്തെ ചാപ്റ്ററാണ് അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ്, അല്ലെങ്കിൽ ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞിലെ നമ്മൾ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ പറയും, അച്ഛൻ്റെ മോള് തന്നെ, അച്ഛനെ പോലെ ഉണ്ട് മുഖം കാണാൻ, അല്ലെങ്കിൽ പറയും അമ്മയുടെ മുടിയാണല്ലോ മോക്ക് കിട്ടിയത് അല്ലേ, അങ്ങനെയൊക്കെ നമ്മളോട് പറയാറുണ്ട്. അപ്പം നമ്മളേക്ക് അതെന്താ അവരങ്ങനെ പറഞ്ഞേ, എന്നെ കാണാൻ അച്ഛനെ പോലെ ഉണ്ടോ, ഞാൻ അച്ഛനെ പോലെയാണോ, എൻ്റെ മുടി അമ്മയുടെ മുടി, ഇത് എൻ്റെ മുടിയല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും അല്ലേ. അപ്പം എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാൻ കാരണം? നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ, ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ മോളായതുകൊണ്ട് നമുക്ക് എന്തോ മാന്ത്രിക ശക്തിയാൽ എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ ഫീച്ചേഴ്സ് കിട്ടിയതാണോ? അല്ല, ആ മാന്ത്രിക ശക്തി എന്ന് പറയുന്നത് നമ്മളുടെ DNA ആണ്. നമ്മളുടെ DNA-നുള്ളിലുള്ള നമ്മളുടെ ജീൻസിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? അച്ഛൻ്റെ അമ്മയുടെ ഈ ഫീച്ചേഴ്സ് കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മളെ കാണാൻ അച്ഛനെ പോലെ അമ്മേനെ പോലെയൊക്കെ ഇരിക്കണേ. ഓക്കെ, അപ്പോൾ എന്താണ് DNA, എന്താണ് RNA, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആരാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്? നമ്മളുടെ എന്താ പറയുക, മെൻഡൽ. ഓക്കെ, ഗ്രിഗർ ജൊഹാൻ മെൻഡൽ, അദ്ദേഹം ചെയ്ത കുറച്ച് എക്സ്പെരിമെൻറ്റ്സ്, അങ്ങനത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ പറയും ഇപ്പം മസിൽ, ജിമ്മിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ മസിൽ വേണം അല്ലേ, മസിൽ വേണം. പിന്നെ നമ്മൾ മുടിയൊക്കെ നല്ലോണം വളരണം എന്നുണ്ടെങ്കിൽ നമുക്ക് കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ വേണം. അപ്പോൾ ഈ പ്രോട്ടീനൊക്കെ നമ്മളുടെ ശരീരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുക. ഓക്കെ, ഇനി നമ്മളുടെ 7ാമത്തെ ഒരു കുഞ്ഞു ചാപ്റ്ററാണ് ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ, അല്ലെങ്കിൽ നാളെയുടെ ജനിതകം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇനി എന്താണ് പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളൊക്കെ ലൈഫിൽ ഇനി ചിലപ്പോൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരുപാട് ടെക്നോളജീസ്, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ്. ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ടൊവിനോയുടെ മൂവിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫോറൻസിക് എന്ന് പറയുന്ന മൂവിയിൽ ടൊവിനോ എന്തൊക്കെ ചെയ്തു, കുറേ ഇട്ട് കറക്കുന്നു, കുറേ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു, അങ്ങനെ എന്ത് ചെയ്തു, കുറ്റവാളിനെ കണ്ടുപിടിച്ചു അല്ലേ, ഫോറൻസിക് ടെസ്റ്റിലൂടെ. അപ്പോൾ എങ്ങനെയാണ് ഫോറൻസിക് ടെസ്റ്റിലൂടെ അത് കണ്ടുപിടിക്കാൻ പറ്റുക? ഇത് നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ആ കുട്ടിയുടെ അച്ഛൻ അറിയണില്ല, ആരാണ് ഈ കുട്ടിയുടെ അച്ഛൻ, 2 പേര് പറയുന്നു ഞാനാണ് അച്ഛൻ. അപ്പോൾ യഥാർത്ഥ അച്ഛനെ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കും? നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, ആൻഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കും. ആൻഡ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള, നിങ്ങൾ ഇൻസുലിൻ നമ്മൾ ഡയബറ്റിക് ആയിട്ടുള്ള പ്രമേഹമുള്ള ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഇൻസുലിൻ ഇൻജെക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഇൻജെക്റ്റ് ചെയ്യാനുള്ള ഇൻസുലിൻ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? അത് ശരിക്കും നമ്മളുടെ ശരീരത്തിനുള്ളിലുള്ളൊരു ഹോർമോൺ അല്ലേ, അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്? അതൊക്കെ ഈ ചാപ്റ്ററിലുണ്ട്. ആൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ 8ാമത്തെ ചാപ്റ്ററാണ് ദി പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫ്, അല്ലെങ്കിൽ ജീവൻ പിന്നിട്ട പാതകൾ. ഇവിടെ നമ്മളോട് എല്ലാവരും പറയല്ലേ, നീ കുരങ്ങിൽ നിന്നുണ്ടായതാണ്, നമ്മൾ പണ്ട് കുരങ്ങന്മാരായിരുന്നു, മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ പണ്ട് കുരങ്ങന്മാരായിരുന്നു, പിന്നെ എന്തെല്ലാം സംഭവിച്ച് നമ്മൾ ഇങ്ങനെ ആയതാണെന്ന് നമ്മളോട് പറയാറുണ്ടല്ലേ. അപ്പം ഈ പറയുന്നത് ശരിയാണോ? ശരിക്കും നമ്മൾ കുരങ്ങന്മാരിൽ നിന്നാണോ ഉണ്ടായത്, ബാക്ടീരിയയിൽ നിന്നാണോ നമ്മൾ ഉണ്ടായത്, അതോ ഇനി വല്ല മത്സ്യങ്ങളിൽ നിന്ന്, ഫിഷസിൽ നിന്നാണോ നമ്മളുണ്ടായത്? എങ്ങനെയാണ് നമ്മൾ ഉണ്ടായത് എന്ന് അറിയാൻ താല്പര്യമില്ലേ അല്ലേ? എന്നെ അച്ഛനും അമ്മയും, അമ്മ പ്രസവിച്ചതാണ് എന്നെ, അങ്ങനെയാണ് ഞാനുണ്ടായത് എന്നല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമി എങ്ങനെയാണ് ഉണ്ടായത്, ആ ഭൂമിയിൽ എങ്ങനെയാണ് ജീവൻ ഉണ്ടായത്, ആ ജീവൻ എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിയത് അല്ലേ. നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഗ്രാഫ് അല്ലേ, നമ്മളിങ്ങനെ ആദ്യം കിടക്കുന്ന ഒരാൾ, പിന്നെ കുറച്ച് എഴുന്നേറ്റ് ലാസ്റ്റ് നമ്മളിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് അല്ലേ. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്, അതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു കുഞ്ഞു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അത്രേ ഉള്ളൂ. ഇപ്പം എൻ്റെ മക്കൾക്ക് നമ്മളുടെ SSLC ബയോളജി പഠിക്കാൻ ബസ് ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ്, ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക ആർക്കൊക്കെയാണ് നമ്മളുടെ SSLC ബയോളജി പഠിക്കാൻ ഇങ്ങനെ ഭയങ്കര ആവേശത്തോടെ. അപ്പോൾ ഇതുകൂടി കേട്ടപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് കൂടി എന്നുള്ള ഒരു മിസ്സിനെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ആൻഡ് എൻ്റെ മക്കളൊന്നും പേടിക്കേണ്ട, നമ്മൾ അടിപൊളിയായിട്ട്
ഏറ്റവും എൻ്റെ മക്കൾക്ക് സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളെ ലക്ഷ്യ ബാച്ചിലെ ക്ലാസ്സുകൾ ഉണ്ടാകുന്നത്. യൂട്യൂബിലും ക്ലാസ്സസ് ഉണ്ടാകും. പക്ഷെ കുറച്ചുകൂടി നല്ലപോലെ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ 10ാം ക്ലാസ്സിൻ്റെ ബയോളജി ക്ലാസ്സിലായിരിക്കും. അപ്പം നമുക്കിനി അടുത്ത നമ്മളെ ക്ലാസ്സിൽ കാണാം. അപ്പം എൻ്റെ ആരും ഇത് മറക്കരുത്. താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഞാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആർക്കൊക്കെ ഇത് കേട്ടിട്ട് ഇഷ്ടമായി പഠിക്കാൻ തോന്നുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ.